നമസ്കാരം. ദിവസത്തെ പ്രധാന വാർത്തകൾ ചർച്ച ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് ന്യൂസിലേക്ക് സ്വാഗതം. നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ നിയമസഭാ നടപടികൾ പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. പാർട്ടി പ്രതികൾക്ക് പരോൾ നൽകുന്നതിനെതിരെ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളിയതിൽ പ്രതിഷേധിച്ചാണ് സഭാ നടപടികൾ ബഹിഷ്കരിക്കുന്നത്. പ്ലക്കാർഡുകളും ബാനറുകളുമായി പ്രതിപക്ഷ അംഗങ്ങൾ സഭ വിട്ട് പുറത്തിറങ്ങുകയായിരുന്നു. സർക്കാരിനും CPM-നും ക്രിമിനലുകളെ ഭയമാണെന്നും അനാവശ്യമായി പാർട്ടി കുറ്റവാളികൾക്ക് പരോൾ വാരിക്കോരി നൽകുകയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. രാഷ്ട്രീയ കേസുകളിലെ കുറ്റവാളികൾക്ക് പരോൾ അനുവദിക്കുന്നത് നിയമസഭയിൽ ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം സ്പീക്കർ നിരസിച്ചതോടെയായിരുന്നു ബഹളങ്ങൾക്ക് തുടക്കം. KK രമ സമർപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളുകയായിരുന്നു. TP കേസും പയ്യന്നൂർ ബോംബേർ കേസും ഉന്നയിച്ചാണ് രമ നോട്ടീസ് നൽകിയത്. നോട്ടീസ് തള്ളിയതോടെ പ്രതിപക്ഷം ബഹളം വെച്ചു. ഗൗരവതരമായ വിഷയമാണ് ഉന്നയിച്ചതെന്ന് VD സതീശൻ പറഞ്ഞു. പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കർക്ക് മുന്നിലെത്തിയാണ് ആദ്യം പ്രതിഷേധിച്ചത്. ഇത് വകവയ്ക്കാതെ സ്പീക്കർ സഭാ നടപടികൾ തുടർന്നു. ഇതിനിടെ മന്ത്രി V ശിവൻകുട്ടിയും പ്രതിപക്ഷ അംഗങ്ങളും തമ്മിൽ സഭയിൽ വാക്പോരുണ്ടായി. ഭരണപക്ഷത്തെ വിരട്ടാൻ വരരുതെന്നും നാളുകൾ എണ്ണപ്പെട്ടുവെന്നും ശിവൻകുട്ടി പറഞ്ഞു. ഇതിന് പിന്നാലെ ഭരണപക്ഷം ശിവൻകുട്ടിക്കൊപ്പം ചേർന്ന് മുദ്രാവാക്യം വിളിക്കുന്നതും കാണാമായിരുന്നു. ഇതിനിടയിൽ സംസാരം തുടരാൻ സ്പീക്കർ ശിവൻകുട്ടിയോട് ആവശ്യപ്പെട്ടു. ഗർഭചിത്രം നടത്തിയ വീരന്മാർ പോകൂ പോകൂ എന്ന് KT ജലീൽ മുദ്രാവാക്യം വിളിക്കുന്നത് കേൾക്കാമായിരുന്നു. ജീവപര്യന്ത ശിക്ഷ ലഭിച്ച ആൾക്ക് 1 മാസത്തിൽ 3 തവണ പരോൾ നൽകിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. TP കേസ് പ്രതികൾക്ക് 3 വർഷം പരോൾ ലഭിച്ചു. ഗൗരവമേറിയ കാര്യമാണ് സഭയിൽ ഉന്നയിച്ചത്. എന്നാൽ ഇതിന് മറുപടി നൽകാതെ മുഖ്യമന്ത്രി ഒളിച്ചോടുകയായിരുന്നു. KK രമയ്ക്ക് മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് ഭയമാണോ എന്നും സതീശൻ ചോദിക്കുന്നു. ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധം തുടരുകയാണ്. AC ബാലകൃഷ്ണനും KM അഷ്റഫും സഭാ കവാടത്തിന് മുന്നിൽ സത്യാഗ്രഹം പുനരാരംഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദേശീയ വാർത്ത പരിശോധിക്കാം. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി NCPയുടെ അധ്യക്ഷനുമായിരുന്ന അജിത് പവാറിൻ്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പ്രതിപക്ഷ കക്ഷികളായ ശിവസേനയും കോൺഗ്രസും രംഗത്തെത്തിയിരിക്കുകയാണ്. അപകടമുണ്ടായ സാഹചര്യങ്ങളും ഒപ്പം ലഭിക്കുന്ന വിവരങ്ങളും ഗൂഢാലോചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നാണ് പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണം. ബുധനാഴ്ച മഹാരാഷ്ട്രയിലെ ബരാമതിക്ക് സമീപമുണ്ടായ അപകടത്തിലായിരുന്നു അജിത് പവാറിൻ്റെ മരണം. നിലവിൽ അപകടത്തിൻ്റെ സാഹചര്യങ്ങളും ലഭിക്കുന്ന വിവരങ്ങളും ഗൂഢാലോചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നാണ് പ്രതിപക്ഷ നേതാക്കളുടെ ആരോപണം. അജിത് പവാറിന് ജീവൻ നഷ്ടമായ അപകടത്തെക്കുറിച്ച് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ചോദ്യമുയരുന്നുണ്ടെന്നും തനിക്ക് ഗൂഢാലോചന സംശയമുണ്ടെന്ന് കാണിച്ച് ആദ്യം രംഗത്തെത്തിയത് ശിവസേന UPTയുടെ രാജ്യസഭാ MP ആയ സഞ്ജയ് റാവുത്തായിരുന്നു. പവാർ NCP ഏകീകരണത്തിന് തയ്യാറെടുക്കുകയായിരുന്നുവെന്ന് സഞ്ജയ് പറയുന്നു. ഇതിന് പിന്നാലെ പവാറിനെതിരെയുള്ള അഴിമതി ആരോപണം BJP കുത്തിപ്പൊക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ ദുരൂഹമായ അപകടവും ഉണ്ടായി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് BJP നേതാക്കളെക്കുറിച്ച് ചില ഫയലുകൾ ഉണ്ടെന്ന് അജിത് പവാർ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇതിനർത്ഥം NDA വിടാൻ അജിത് പവാർ തീരുമാനിച്ചിരുന്നു എന്നാണ്. ചില സംശയങ്ങളുണ്ട്. വിഷയം പാർലമെൻറ്റിൽ ഉന്നയിക്കുമെന്നും സഞ്ജയ് റാവുത്ത് പറയുന്നു. പവാറിൻ്റെ മരണത്തിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചയ്ക്കായി NCPയിൽ തിടുക്കപ്പെട്ട് നടന്ന രാഷ്ട്രീയ ചർച്ചകൾ ദുരൂഹമാണെന്ന് കോൺഗ്രസും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അജിത് പവാറിൻ്റെ മരണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വിജയ് വട്ടേടിവാർ അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ അഭിപ്രായങ്ങളെല്ലാം ഉയർന്നു വരുന്നതും. 2 NCP വിഭാഗങ്ങൾ ഒന്നിക്കുന്നത് തടയാൻ ഗൂഢാലോചന ശക്തമായിരുന്നുവെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. അജിത് പവാറിൻ്റെ മരണത്തിന് പിന്നാലെ ഉപമുഖ്യമന്ത്രി കസേരയിൽ ആളെ എത്തിക്കാനാണ് പാർട്ടിയും സർക്കാരും തിടുക്കം കാണിച്ചതെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. എന്നാൽ പാർട്ടിക്കും മഹായുതി സഖ്യത്തിനുമെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കാണിച്ച് തള്ളുകയാണ് BJP നേതൃത്വം ചെയ്യുന്നത്. പാർട്ടിയെ പ്രതിരോധിച്ച് രാജ്യസഭാ MP ഉജ്ജ്വൽ നിഗം അടക്കമുള്ളവർ രംഗത്തുണ്ട്. ആരോപണങ്ങൾ തെറ്റാണെന്നും നടന്നത് അപകടമാണെന്നും വ്യക്തമാണെന്നും ഗൂഢാലോചന സംശയിക്കുന്നില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. NDAയുടെ ഭാഗമായി നിലകൊള്ളുന്ന അജിത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള NCPയും ശരത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള NCPയും തമ്മിൽ ലയന നീക്കം സജീവമാകുന്നതിനിടെയായിരുന്നു അജിത് പവാറിൻ്റെ അപ്രതീക്ഷിതമായ വിടവാങ്ങൽ. ഫെബ്രുവരി 12-ന് NCP ലയനം പൂർത്തിയാക്കണമെന്ന് അജിത് പവാർ പറഞ്ഞിരുന്നതായി കഴിഞ്ഞ ദിവസം ശരത് പവാർ വെളിപ്പെടുത്തിയിരുന്നു. മഹാരാഷ്ട്ര ഭരിക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള മഹായുതി സർക്കാരിൽ 41 MLA-മാരുള്ള നിർണായക ശക്തിയാണ് NCP. ഇത് തന്നെയാണ് നിലവിലെ ആരോപണങ്ങളുടെ അടിസ്ഥാനവും. ഇനി ഇന്നത്തെ അന്താരാഷ്ട്ര വാർത്തയിലേക്ക്. ഇറാനുമായി അനുനയത്തിൽ എത്താനാവുമെന്ന് ആവർത്തിക്കുകയാണ് ട്രംപ്. അന്താരാഷ്ട്ര ഉപരോധത്തിനും ആഭ്യന്തര കലഹത്തിനും പിന്നാലെ ഇറാനെ ചുറ്റിപ്പറ്റിയുള്ള അമേരിക്കയുടെ പടയൊരുക്കം തുടരുന്നതിനിടെയാണ് അനുനയ നീക്കങ്ങൾ സംബന്ധിച്ച് ഇരുവശത്തു നിന്നും കൂടുതൽ പ്രതികരണങ്ങൾ എത്തുന്നത്. ഇറാനെ US ആക്രമിച്ചാൽ അതിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന്
കഴിഞ്ഞ ദിവസം പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി വ്യക്തമാക്കിയിരുന്നു. മേഖലയെ ഒന്നാകെ യുദ്ധത്തിലേക്ക് തള്ളിവിടലാവും അതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അദ്ദേഹം അങ്ങനെയൊക്കെ പറയുമെന്നും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഡീലുണ്ടാകുമെന്നും ആവർത്തിക്കുകയാണ് ട്രംപ് ചെയ്തിരിക്കുന്നത്. സമാധാന നീക്കങ്ങൾ നടക്കുന്നതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാൻ വിഷയത്തിൽ ട്രംപ് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അബ്ബാസ് അരക്ചി കഴിഞ്ഞ ദിവസം CNN നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. ആണവായുധങ്ങളില്ലെന്ന് ഉറപ്പാക്കാൻ ന്യായവും നീതിയുക്തവുമായ കരാറാണ് വേണ്ടതെന്നായിരുന്നു അബ്ബാസ് അരക്ചിയുടെ വാക്കുകൾ. ഇറാൻ ഭരണകൂടവുമായി അമേരിക്ക ചർച്ചകൾ നടത്തുകയാണെന്ന വെളിപ്പെടുത്തലുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു ആദ്യം രംഗത്തെത്തിയത്. ഇറാൻ സൈനിക മേധാവി വാഷിംഗ്ടണിൽ കടുത്ത മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ യുദ്ധസാധ്യത തള്ളിക്കളയാതെ തന്നെ നയതന്ത്ര നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നായിരുന്നു ട്രംപിൻ്റെ വാക്കുകൾ. ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തി വരുതിക്ക് വരുത്താനാണ് US നീക്കം. എന്നാൽ വിട്ടുവീഴ്ചകൾക്കില്ലെന്നും രാജ്യത്തിൻ്റെ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ആണവായുധമടക്കം അമേരിക്കൻ ആരോപണങ്ങളിൽ ചർച്ചയാവാമെന്നുമാണ് ഇറാൻ തുടർച്ചയായി വ്യക്തമാക്കുന്നത്.